പാലക്കാട് നെന്മാറ അടിപ്പണ്ടയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 45-കാരനായുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു. ഇന്നലെയാണ് അടിപ്പരണ്ട സ്വദേശി ഉമ്മർ ഫാറൂഖ് പുഴയിൽ തേങ്ങ എടുക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ടത്. ഫയർഫോഴ്സ് സംഘം വിഴിലിപ്പുഴയിൽ തെരച്ചിൽ തുടരുന്നു. ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പാലക്കാട് അടിപ്പരണ്ടയിലാണ് കഴിഞ്ഞ ദിവസം ഒരു 45-കാരൻ ഉമ്മർ ഫാറൂഖ് എന്നയാൾ വെള്ളത്തിൽപ്പെട്ടത്. പുഴയിൽ ഒഴുക്കിൽപ്പെട്ടു എന്നാണ് സംശയം. അതിന്റെ ഭാഗമായി ഫയർഫോഴ്സ് ഒരു മേഖലയിൽ ഇപ്പോൾ തിരച്ചിൽ നടത്തുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വീളി പാലത്തിന് സമീപമാണ്. ഈ അടിപ്പരണ്ടയും അതുപോലെ തന്നെ വണ്ടാഴി അയലൂർ ഗ്രാമപഞ്ചായത്തുകളുടെ ബോർഡർ അതിർത്തി പങ്കിടുന്ന വീളി പാലത്തിന് സമീപമാണ്. ഈ മേഖലയിലാണ് തൊട്ടപ്പുറത്തെ പ്രദേശത്ത് ഇപ്പോൾ വലിയ തോതിലുള്ള തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളടക്കം എല്ലാവരും ഈ മേഖലയിൽ തുടരുന്നുണ്ട്. ഉമ്മർ ഫാറൂഖ് ഒരു കൂലിപ്പണിക്കാരനാണ്, നാട്ടിൽ സാധാരണക്കാരനാണ്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ തേങ്ങ പിടിക്കാൻ വേണ്ടി പുഴയിലൂടെ ഒഴുകി വരുന്ന തേങ്ങ പിടിക്കാൻ വേണ്ടിയാണ് ഉമ്മർ ഫാറൂഖ് എത്തിയത് ഈ പുഴക്കരികിലേക്ക് അടിപ്പരണ്ടയിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ പഞ്ചായത്ത് അംഗം മിസ്രിയ കൂടി ചേരുന്നുണ്ട്. നിങ്ങളുടെ വാർഡിൽപ്പെട്ട ആളാണല്ലേ? എന്താണ് സംഭവിച്ചത്? ആള് ഇന്നലെ രാവിലെ തേങ്ങ പിടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. പോയതിനു ശേഷം പിന്നെ ആളെ കണ്ടിട്ടില്ല. മൊബൈൽ ഫോണൊന്നും ഇല്ല. മൊബൈൽ ഫോണും വണ്ടിയും സൈക്കിളും എല്ലാം വീട്ടിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ഇന്നത്തെ തെരച്ചിലിൽ ചെരുപ്പ് നമ്മുടെ പുഴയോരത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഫയർഫോഴ്സ് ആ മേഖലയിൽ തെരച്ചിൽ എല്ലാം തെരഞ്ഞ് കുറെ ഇങ്ങോട്ടേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഓരോരോ ഭാഗങ്ങളായിട്ട് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പ്രസിഡന്റ്, ഈ മേഖലയിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു സംഭവം? ഇങ്ങനെ ആളുകൾ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നൊരു സ്വാഭാവികമായിട്ട് സാധാരണ കാലവർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ മഴക്കാലങ്ങളിലെല്ലാം തന്നെ ഇതുപോലെ പുഴയോരങ്ങളിലൊക്കെ പുഴ നിറഞ്ഞു കവിഞ്ഞു പോകുന്ന സമയത്ത് ഈ തേങ്ങ പിടിക്കാനായിട്ട് ആളുകൾ വരും. അപ്പോൾ ഇദ്ദേഹം അതുപോലെ തേങ്ങ പിടിക്കാനായിട്ട് ഇന്നലെ ഇറങ്ങിയതാണ്. സ്വാഭാവികമായിട്ടും ഇദ്ദേഹം വെളിയിൽ പോകുമ്പോൾ കയ്യിലുള്ള മൊബൈൽ ഫോൺ എടുത്തിട്ടാണ് പോകാറുള്ളത്. പക്ഷേ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഫോണ് വീട്ടിലാണ്. പക്ഷേ വൈകുന്നേരം ഇത്ര 6 മണിയായിട്ട് ആളിനെ കാണാണ്ടായപ്പോഴാണ് ഒരു സംശയത്തിൻ്റെ പേരിൽ തേങ്ങ പിടിക്കാൻ പോയതായിരിക്കുന്ന കരുതിയിട്ട് അവിടെ പോയി നോക്കിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചെരുപ്പ് അവിടെ ഊരിയിട്ട് ചെരുപ്പ് കാണുന്നുണ്ട്. വൈകുന്നേരം ഒരുപാട് സമയമായിട്ടും തിരിച്ചു വന്നില്ല. അപ്പോൾ ഇന്നലെ ഇതിനെക്കാട്ടിലും നല്ല ശക്തമായിട്ടുള്ള നല്ല ഒഴുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. ഇന്ന് കുറച്ച് കണ്ടെത്താൻ കഴിയുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ അവിടുത്തെ കൾവെട്ടിൻ്റെ അവിടെ നമ്മൾ തെരഞ്ഞു നോക്കി, പോലീസും ഫയർഫോഴ്സൊക്കെ വന്നിട്ട് അവിടെ കണ്ടുകിട്ടിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ വീട്ടിക്കൽക്കടവ് ഈ പ്രദേശം നോക്കിയിരിക്കുന്നത്. തീർച്ചയായും അതാണ് അവർക്ക് പറയാനുള്ളത്. എന്തായാലും തെരച്ചിൽ ഒരു ഭാഗത്ത് തുടരുകയാണ്. വലിയ തോതിലുള്ള ആ തെരച്ചിൽ കണ്ടെത്താൻ ഉമ്മർ ഫാറൂഖിനെ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. രാജീവ് സുധീനൊപ്പം ശ്രീകുമാരൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.